യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി സൺഡേ. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ ഓഗസ്റ്റിൽ തേർഡ് വീക്കിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട ഇവന്റ്സ് ഉണ്ട്, ഏതൊക്കെ സ്റ്റോക്കിൽ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നു, ലാസ്റ്റ് വീക്കിൽ പോസിറ്റീവ് ന്യൂസ് നെഗറ്റീവ് ന്യൂസ് എങ്ങനെയാണ് നെക്സ്റ്റ് വീക്കിൽ അഫക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ്, ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവൽ, സപ്പോർട്ട് ലെവൽ, പിന്നെ ഏതൊക്കെ സ്റ്റോക്കുകൾ ട്രെൻഡിങ് ആകാനുള്ള സാധ്യതയുണ്ട്, FIS ഡിഫൻസ് സെക്ടറിൽ വീണ്ടും വീണ്ടും മേടിച്ച ഓഹരികൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിന്റെ വാലുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ, ഈ 4 കാര്യവും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ലാസ്റ്റ് വീക്കിൽ ഓഗസ്റ്റ് സെക്കൻഡ് വീക്കിൽ എന്തൊക്കെ സംഭവിച്ചു നോക്കാം. അപ്പൊ ലാസ്റ്റ് വീക്കിൽ വലിയ ബിഗ് ഇവന്റ് ആയിട്ട് പറയാനൊന്നുമില്ല. ഇവന്റ് വൈസ് നോക്കിയാൽ വലിയ ഇവന്റ് ഇല്ല. എന്നാൽ മാർക്കറ്റ് 1,00,000 crores മാർക്കറ്റ് ക്യാപ്പ് ഡൗൺ ആയി. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് 3 വീക്സ് കയറിയ മാർക്കറ്റ് ലാസ്റ്റ് വീക്കിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിരുന്നു. അപ്പൊ ഏതൊക്കെ പോസിറ്റീവ് ന്യൂസ് ആണ് വന്നത് നോക്കാം. അപ്പൊ ഏർണിംഗ് സെക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഏർണിംഗ്സ് റിപ്പോർട്ട് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, നിഫ്റ്റി എല്ലാം തന്നെ ബെറ്റർ ആയിരുന്നു. നിഫ്റ്റി 50യിൽ 50 കമ്പനീസ് ഉണ്ടെങ്കിൽ അതിൽ 50 കമ്പനിയും ഏർണിംഗ്സ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അതിൽ 21 കമ്പനിയാണ് എബവ് ഏർണിംഗ്സ്, അതായത് എബവ് എക്സ്പെക്ടേഷനിൽ റിസൾട്ട് നൽകിയിരിക്കുന്നത്. ബിലോ എക്സ്പെക്ടേഷനിൽ 10 കമ്പനിയും റിസൾട്ട് നൽകിയിരിക്കുകയാണ്. അപ്പൊ ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷനിൽ 14 കമ്പനിയും മിക്സഡ് ആയിട്ട് ഏർണിംഗ്സിൽ 5 കമ്പനിയുമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓവറോൾ ആയിട്ട് നോക്കിയാൽ ഓൾമോസ്റ്റ് 50% ഏർണിംഗ്സ് റിപ്പോർട്ടും എബവ് എക്സ്പെക്ടേഷനിലാണ് വന്നിരിക്കുന്നത്. പിന്നെ FIS ബൈയിങ്ങിലായത്, പക്ഷെ നോട്ട് ഇൻ ബിഗ് ലെവൽ, എന്നാലും ഒരു ചെറിയ രീതിയിൽ ബൈയിങ്ങിൽ വന്നിരിക്കുന്നത് വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അതുപോലെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ലാസ്റ്റ് വീക്കിൽ വന്നു 9.78, അതും എക്സ്പെക്ടേഷൻ അടുത്താണ്, അതായത് ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ന്റെ ഇൻഫ്ലേഷൻ കെയിം ബിലോ ദ എക്സ്പെക്ടേഷൻ, 3.4 എക്സ്പെക്ടേഷൻ 3.5 ബിലോ ആണ് വന്നിരിക്കുന്നത്, അതും പോസിറ്റീവ് ആണ്. പിന്നെ നെഗറ്റീവ് ന്യൂസ് പറയുകയാണെങ്കിൽ ടാറ്റയുടെ ചെയർമാൻ മിസ്റ്റർ ചന്ദ്രശേഖരൻ റിസൈൻ ചെയ്തു. ഇതൊരു ടാറ്റ ഗ്രൂപ്പിന് മാത്രം നെഗറ്റീവ് ആയതല്ല, നിഫ്റ്റി 50യിൽ പല സ്റ്റോക്കുകളും നെഗറ്റീവ് ആയിട്ടുണ്ട്. TCS എസ്പെഷ്യലി 3% ഡൗൺ. TCS മാത്രമല്ല, ഒത്തിരി IT സ്റ്റോക്കുകൾ ഡൗൺ ആണ്, കാരണം IT സെക്ടർ തന്നെ ഡൗൺ ആണ്. ബട്ട് ഈ ഒരു ടാറ്റ ചെയർമാൻ റിസൈൻ ചെയ്തതാണ് മെയിൻ റീസൺ TCS ഡൗൺ ആവാൻ. അപ്പൊ നെക്സ്റ്റ് ചെയർമാൻ ആരായിരിക്കും, ആർക്കാണ് അത്രയുള്ള എഫിക്കസി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളത്, അതാണ് വലിയൊരു ചോദ്യം വരുന്നത്. കാരണം 30 to 40 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു ചന്ദ്രശേഖരൻ മിസ്റ്റർ. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും എഫിക്കൻസിയും ബീറ്റ് ചെയ്യാൻ ആരാണ് വരാൻ പോകുന്നത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുകയാണ്. ദെൻ ഇന്ത്യൻ റുപ്പി 95 to 96 സസ്റ്റെയിൻ ആകുന്നത് വലിയൊരു നെഗറ്റീവ് ആണ്. കാരണം ഒരിക്കലും അപ്രിഷിയേറ്റ് ആകാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ 9700 ടച്ച് ചെയ്യും. അപ്പൊ അതും ഒരു നെഗറ്റീവ് ന്യൂസ് ആണ്. അപ്പൊ അപ്രീഷിയേറ്റ് ആയി ഒരു 92 93 വന്നാൽ കുറച്ചും കൂടെ മാർക്കറ്റ് പോസിറ്റീവ് ആക്കാം. പിന്നെ അതുപോലെ ക്രൂഡ് ഓയിൽ $80 വന്നിരിക്കുകയാണ്. ഇപ്പോൾ $90 നേരത്തെ പെർ ബാരൽ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് 90 വന്നിട്ടുണ്ട്. അപ്പൊ അത് ഗ്ലോബൽ ലെവലിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ലാസ്റ്റ് വീക്കിൽ നോക്കിയാൽ സെൻസസ് 489 പോയിന്റ്സ് ഡൗണിൽ ക്ലോസ് ആയി, അതായത് 0.62% ഡൗണിൽ 78,900 വന്ന് സെറ്റിലായി. നിഫ്റ്റിയും 204 പോയിന്റ്സ് ഡൗണിൽ ക്ലോസ് ആയിരിക്കുന്നു, അതായത് 24,366 ആ ഒരു റേഞ്ചിൽ സെറ്റിൽ ആയിരിക്കുകയാണ്. ബ്രോഡർ ഇൻഡെക്സും സ്മോൾ ക്യാപ്പ് 0.5% ഡൗണിൽ ക്ലോസ് ആയി. മിഡ് ക്യാപ്പ് 65% ഡൗണിൽ, 0.65% ഡൗണിൽ. അതുപോലെ സെക്ടർ വൈസ് നോക്കിയാൽ മെഡിക്കൽ അതുപോലെ 2.2% ഹൈയിൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി, ഡിഫൻസ് ഒക്കെ 0.8 to 1.2% ഹൈയിൽ ക്ലോസ് ആയിരിക്കുകയാണ്. പിന്നെ ഡൗൺ സൈഡ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടറിൽ മെറ്റൽ ആണ്. കാരണം മെറ്റൽ സെക്ടർ 1.9% തന്നെ ഡൗൺ ആയിരിക്കുന്നു. പിന്നെ FMCG 1.6% ഡൗണും, അതുപോലെ ഓട്ടോ 1.5% ഡൗൺ, ഹെൽത്ത് കെയർ 1.2%, ഓയിൽ ആൻഡ് ഗ്യാസ് 1.2% ഡൗണിൽ വെച്ച് ക്ലോസ് ആയിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ മാത്രം FIS, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1,228 crores ബൈ ചെയ്തിരിക്കുകയാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 9,285 crores ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 11,400 crores അടുപ്പിച്ച് ബൈ ചെയ്തിരിക്കുന്നു.
അപ്പൊ ഇനി എന്തൊക്കെ ഇവന്റുകളാണ് നെക്സ്റ്റ് വീക്കിൽ ഉള്ളത്? അപ്പൊ ഇതെല്ലാം നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെ സ്റ്റോക്കിൽ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നു, ഏതൊക്കെ സ്റ്റോക്ക് ബോണസ് അനൗൺസ് ചെയ്യുന്നു, സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കോർപ്പറേറ്റ് ആക്ഷൻസ് ഉണ്ട്. അപ്പൊ സകലതും ടെലഗ്രാമിൽ മലയാള ഷെയറുടെ ടെലഗ്രാം ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടോപ്പ് ബ്രോക്കറേജസ് നൽകുന്ന കോൾസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച 2 ദിവസം വലിയ ഇവന്റുകളൊന്നും ഇല്ല. ബുധനാഴ്ചയാണ് രാവിലെ 11:30 ഇവന്റുകൾ ഉള്ളത്. അത് ഇംഗ്ലണ്ടിന്റെ ഇൻഫ്ലേഷൻ ആണ്. പ്രീവിയസ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ 2.6ഉം ഫോർകാസ്റ്റ് 3% ആണ്. നൈറ്റ്, അതായത് 11:30 11:30 ഈവനിങ് ഇന്ത്യന്റെ സ്റ്റാൻഡേർഡ് ടൈം USA-യുടെ FOMC മിനിറ്റ്സ് ഉണ്ട്. അപ്പൊ അതിലാണ് പ്രൊജക്ഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളത്. റേറ്റ് ഹൈക്ക് വല്ലതും ഉണ്ടോ, അതോ റേറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാം. തേഴ്സ്ഡേ വലിയ ഇവന്റ് ഒന്നും ഇല്ല. പിന്നെ ഫ്രൈഡേ ജപ്പാന്റെ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. പ്രീവിയസ് ആയിട്ട് 1.7, എക്സ്പെക്ടേഷൻ 1.7 തന്നെയാണ്. അപ്പൊ ഇതാണ് ഇവന്റ് വൈസ് നോക്കിയാൽ. പിന്നെ FIs ഇൻഡെക്സ് ഫ്യൂച്ചറിൽ എത്ര പൊസിഷൻ വെച്ചിട്ടുണ്ട്? അപ്പൊ 89% ആണ് ഷോർട്ട് ലാസ്റ്റ് സെക്ഷനിൽ വെച്ചിട്ടുള്ളത്. 56% ഷോർട്ട് പ്രൊപ്പറേറ്ററും വന്നിരിക്കുകയാണ്. ക്ലയന്റും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ് ലോങ്ങിലുള്ളത്. ക്ലയന്റ് 79% ലോങ്ങിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 71% ലോങ്ങിലുമാണ് ഉള്ളത്. ഓക്കെ, ഇനി നിഫ്റ്റിയുടെ ഓവറോൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് നെക്സ്റ്റ് വീക്കിൽ എങ്ങനെയായിരിക്കും? 24,600 ആ ഒരു റേഞ്ച് ആയിരിക്കും റെസിസ്റ്റൻസ്. സപ്പോർട്ട് ലെവൽ 24,300. അതായത് സപ്പോർട്ട് ലെവൽ 24,300 താഴേക്ക്, 24,300 താഴേക്ക് പോയാൽ 24,000, പിന്നെ അല്ല അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 24,600 വരെ റെസിസ്റ്റൻസ് വരും. ഓക്കെ, 24,300 അതിന് താഴേക്ക് പോയാൽ 24,150, 24,000 ഈ ഒരു റേഞ്ച് ആയിരിക്കും സപ്പോർട്ട് ലെവൽ വരുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലോ 57,200 to 58,100 ആ ഒരു റേഞ്ച് ആണ്. ആ 58,100 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 58,500, 58,850 ആ ഒരു 58,500 ആ ഒരു റേഞ്ച് വരെ പോകാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ 57,200 to 58,100 ഈ ഒരു റേഞ്ച് ആണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. അപ്പൊ 57,200 താഴേക്ക് വരികയാണെങ്കിൽ 56,850 ഈ ഒരു റേഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സ്റ്റോക്ക് സജഷനിലേക്ക് കിടക്കാം. അപ്പൊ അതില് 2026 ഇനി ട്രെൻഡിങ് ആകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ, അതായത് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു 5 സ്റ്റോക്കുകളാണ്, അതായത് 60% വരെ സൂപ്പർ ട്രെൻഡിങ് ഓഹരികൾ എന്ന് ഹോട്ട് സ്റ്റോക്സ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ബേസിസിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് BEL. ഓക്കെ, BEL ആണ് ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ്. ഇപ്പൊ ടെലഗ്രാമിലും കുറെ പ്രാവശ്യം നമ്മൾ ഈ ഒരു സ്റ്റോക്കിന്റെ കോള് കണ്ടിട്ടുണ്ട്, ഭാരത് ഇലക്ട്രോണിക്സ്. സോ 411 റുപ്പീസിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ BELയുടെ ആനന്ദ് രഥിയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 450 to 500 വരെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. 320 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കാനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 415 ബ്രേക്ക് ചെയ്താലാണ് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിൽ ഉള്ളത്. അപ്പൊ ഇത് ഒരു ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ എയറോസ്പേസ് ഡിഫൻസിൽ സെക്കൻഡ് ലീഡിംഗിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. നല്ല ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പൊ BEL ആണ് ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത്. 25 to 30% വരെ വളർച്ചാ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ ലാർസൻ ആൻഡ് ടൂബ്രോ ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 4,057 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സ്റ്റോക്കും നല്ല ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ICICI സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് 4,200 to 4,400 വരെ പോകാൻ സാധ്യതയുണ്ടെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE നല്ല കുറവാണ്. അതുപോലെ ചെറിയ രീതിയിൽ ഡിവിഡൻഡും തരുന്നുണ്ട്. ഈ സ്റ്റോക്ക് കൺസ്ട്രക്ഷൻ സെഗ്മെന്റിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്ന നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്കാണ്. ലോങ് ടേമിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. അപ്പൊ 3,450 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. 15 to 20% ഉയരാൻ സാധ്യതയുണ്ട്. ദെൻ തേർഡ് സ്റ്റോക്ക് വരുന്നത് യുനോ മിൻഡ. യുനോ മിൻഡയാണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 1,240 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ആനന്ദ് രഥി തന്നെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 1,400 to 1,500 വരെ
ഉയരാൻ സാധ്യതയുണ്ടെന്നും 1200 സ്റ്റോപ്പ് ലോസ് വെക്കാനുമാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 15 to 20% ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ഓട്ടോമോട്ടീവ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗിൽ വരുന്ന സ്റ്റോക്കാണ്. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4th പ്ലേസിൽ, എന്നാലും ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇനി നമുക്ക് 4th സ്റ്റോക്കിലേക്ക് കിടക്കാം. 4th സ്റ്റോക്ക് വരുന്നത് ശ്രീറാം പ്രോപ്പർട്ടീസ്. ഓക്കെ, ശ്രീറാം പ്രോപ്പർട്ടീസ് 78 റുപ്പീസ്, അതായത് 100 റുപ്പീസിന് താഴെയുള്ള സ്റ്റോക്കാണ്. പക്ഷേ ഇത് ഡിവിഡൻഡ് തരത്തില്ല, അതൊരു നെഗറ്റീവ് ആണ്. ബട്ട് ഈ ഒരു 100 റുപ്പീസിന് താഴെയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്കും നല്ല ഉയരാൻ സാധ്യതയുണ്ടെന്ന് ICICI ഡയറക്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 125 ആണ് ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് 70 വെക്കാൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. 60% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സ്റ്റോക്ക്. ഇത് വന്നിട്ട് ഇവർക്ക് ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട്, അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തോളുക. അത് റിയാലിറ്റി സെക്ടറിൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് ലാസ്റ്റ് പ്ലേസിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് നല്ല സ്റ്റോക്കിൽ മാത്രമേ ചെയ്യാവൂ. ബട്ട് ഇത് ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് മാത്രം കണക്കാക്കേണ്ട, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് കണ്ടാൽ മതി. ഇതിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് വാല്യുവേഷൻ നോക്കുക, ഫണ്ടമെന്റൽ അനാലിസിസ്, പിന്നെ 5 ഇയേഴ്സ് ആയിട്ട് ഈ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്തു, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കെയ്ൻസ് ടെക്നോളജി. ഈ ഒരു സ്റ്റോക്കാണ്. 3665 ബ്രേക്ക് ചെയ്താലേ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇതും ആനന്ദ് രഥി റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 4800 to 5000 വരെയൊക്കെ പോകും, എന്നിട്ട് 3500 സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ടാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ നിയറസ്റ്റ് ടാർഗറ്റ് വെക്കുക, എന്നിട്ട് ഈ സ്റ്റോക്ക് നല്ല അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് എല്ലാം നോക്കുക. പിന്നെ ഇവരും ഡിവിഡൻഡ് തരുന്നില്ല. സോ ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇത് ഈ കെയ്ൻസ് ടെക്നോളജി, അതുപോലെ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്റ്റോക്ക് ശ്രീറാം പ്രോപ്പർട്ടി ഒക്കെ അവോയ്ഡ് ചെയ്യുക. നല്ല ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കുകൾ ലോങ് ടേമിന് ചെയ്യുന്നതാണ് ഉത്തമം. അപ്പോൾ ഇതല്ലാതെ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്കുകൾ കൂടി നമുക്ക് നോക്കാം. അതായത് സുമീത് ബഗാദിയ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അതിൽ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഫിനോടെക്സ് കെമിക്കൽ. ഈ ഒരു സ്റ്റോക്ക് ഫിനോടെക്സ് കെമിക്കൽസ് ഇപ്പോൾ 43 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 47 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് 40 വെക്കാനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് മൊറപ്പൻ ലബോറട്ടറീസ്. ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് നല്ല ഉയരാൻ സാധ്യതയുണ്ട്. 91 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ 100 റുപ്പീസിന് താഴെയുള്ള സ്റ്റോക്കാണ്. 78 സ്റ്റോപ്പ് ലോസ് വെക്കാനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് UY ഫിൻകോർപ്പ്. ഈ ഒരു സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്കിന് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 25 വരെ പോകുന്നു റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 22 ഫസ്റ്റ് ടാർഗറ്റ് വെക്കുക, 25 വരെ, സ്റ്റോപ്പ് ലോസ് 18 വെക്കുക. സോ ഇങ്ങനെ ഈ 3 സ്റ്റോക്കുകൾ സുമീത് ബഗാദിയ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് DIS കണ്ടിന്യൂസ് ആയിട്ട് ഡിഫൻസ് സെക്ടറിൽ വാങ്ങിക്കൂട്ടിയ 3 ഓഹരികളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കേണ്ട സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു അവന്റൽ ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്ക് 158 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ DIA ഹോൾഡിങ്സ് നിങ്ങൾ നോക്കിയാൽ 0.55 നിന്ന് 1.54 ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ അത് നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ആസ്ട്രോ മൈക്രോവേവ് പ്രോഡക്ട്സ്. ഓക്കെ, ആസ്ട്രോ മൈക്രോവേവ് പ്രോഡക്ട്സ് ആണ് നെക്സ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ DIA ഹോൾഡിങ്സ് 0% നിന്ന് 0.92% ആയിട്ട്, പിന്നെ 1.14% ആയിട്ട് DIS വർദ്ധിച്ചിരിക്കുന്നു. സെക്കൻഡ് സ്റ്റോക്ക് ആസ്ട്രോ മൈക്രോവേവ് പ്രോഡക്ട്സ്. ഈ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവരുടെയും DIA ഹോൾഡിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ DIA ഹോൾഡിങ്സ് നിങ്ങൾ നോക്കിയാൽ 14.75 നിന്ന് 15.42 ആയിട്ട്, പിന്നെ 16.09% ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ദെൻ തേർഡ് സ്റ്റോക്കാണ് ഭാരത് ഡൈനാമിക്സ്. സോ ഇതൊക്കെ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് തരുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇത് ഭാരത് ഡൈനാമിക്സും ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ DIA ഹോൾഡിങ്സ് ഡിസംബർ, മാർച്ച്, ജൂൺ ഈ 3 മാസത്തെ നോക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഉയരുന്നത് കാണാം. അതായത് 10.94%, പിന്നെ 10.97% ആയിട്ടും 11.53% ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റോക്കുകളാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും.
പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, അതുപോലെ ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ട് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.